തൃശ്ശൂർ പൂരം നഗരയിലാകെ ഈ പറയുന്നത് പോലെ ചേച്ചി പൂരത്തിന് വന്നിട്ടുണ്ടോ ഇവിടെ തൃശ്ശൂർ പൂരത്തിന്? പിന്നെ 4 കൊല്ലമായിട്ട് പൂരപ്പറമ്പിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അത് മാത്രമല്ല എറണാകുളം ജില്ലയിലെ നമ്മളടുത്താണ് അങ്കമാലി ചാലക്കുടിയൊക്കെ എങ്കിലും ഈ നമ്മുടെ 24 പൂരം റിപ്പോർട്ട് ചെയ്യാനാണ് ആദ്യമായി പൂരത്തിന്. പിന്നെ എല്ലാ പൂരത്തിനും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴുണ്ടല്ലോ അതേ പൂരത്തിന്റെ ഒരു വൈബ് ഇപ്പൊ കിട്ടുന്നുണ്ട്. കാരണം എന്താ അറിയോ, നമുക്ക് പിറകിൽ നിൽക്കുന്ന ഈ കലാകാരന്മാരാണ്, ഈ കുട്ടി കലാകാരന്മാരോട് ചേരുമ്പോ ഒരു പഞ്ചവാദ്യവും ആ പഞ്ചാരിമേളവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. കാരണം പൂരനഗരിയാണ്. അതെ, പൂരത്തിന്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ആന, ചെണ്ട, കുടമാറ്റത്തിന്റെ കുടകള്, വർണ്ണപ്പൊടി പൂരമാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കത്തിവെച്ച് സമയം കളയുന്നില്ല. നമ്മുടെ കുട്ടി പ്രതിഭകളാണ് സംസാരിക്കേണ്ടതും പെർഫോം ചെയ്യണം. നമുക്ക് ആദ്യം പെട്ടെന്ന് പരിചയപ്പെടാം. സ്കൂളിന്റെ പേര് നിങ്ങളുടെ ഏത് ജില്ലയെ റെപ്രസെന്റ് ചെയ്യാണ് വരുന്നത്? തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്ന്. പേര് പറഞ്ഞ സ്കൂളിന്റെ മുഴുവൻ പേര് RRV ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂർ. വരും. പിന്നെ ഇല്ലേ, നിങ്ങൾ ഹൈസ്കൂൾ വിഭാഗമാണ് അപ്പൊ നമുക്ക് പെർഫോമൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ തയ്യാറല്ലേ? തൃശ്ശൂർക്കാര് പറയുമ്പോൾ കാത്തിരിക്കുകയാണ് അക്ഷമരായിട്ട്. ആദ്യ പെർഫോമൻസിലേക്ക് പോകാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി 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 ഗംഭീരായിരുന്നു. അടിപൊളി. നിങ്ങൾ എത്ര നാളായിട്ട് പഠിക്കുന്നു? അതായത് നമ്മുടെ ഈ കലോത്സവത്തിന് വരിക എന്നുള്ളത് മാത്രമാണോ, അതല്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? കലോത്സവത്തിന് മാത്രമായിട്ട് 4 മാസം കൊണ്ട്. ആരോമലാണ് ഇവരുടെ അപ്പൊ ആരോമൽ സാറാണോ നിങ്ങളുടെ? സാറാണോ? നമ്മളെ പഞ്ചവാദ്യം പഠിപ്പിക്കും. പഞ്ചവാദ്യം എത്ര വർഷം പഠിക്കണം ഇതുപോലെ? 5 വർഷം കൊണ്ട് സ്റ്റേറ്റ് വരെയാണ്. അപ്പം ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ഓരോ വർഷം എടുക്കുകയാണ്. അപ്പം അത് മാത്രമല്ല, ഈ ചിലരുണ്ടല്ലോ പാഷൻ കൊണ്ട് അങ്ങനെ വരും. ചിലർ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്. നിങ്ങളിങ്ങനെ ചെറുപ്പം മുതൽ ആ പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയവരാരൊക്കെയാ? അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്. വീട്ടില് ഞാൻ മാത്രമേ ഒരാളേ ഉള്ളൂ. ചേച്ചി, നമുക്കേ നമ്മുടെ ഈ വാദ്യം ആസ്വദിച്ച ആൾക്കാരോട് നമുക്ക് ചോദിക്കണം അല്ലേ? കുറെ ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഗംഭീരം, അതിഗംഭീരം. പേര് പ്രഭുതം കൊല്ലംകോട്. അപ്പൊ ഇവിടെ പാലക്കാടാണ്. അപ്പം ഇവിടെ വന്ന എന്താണ് ആശ്രയിക്കാൻ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ വൈബ്? മൊത്തം നല്ല ഗംഭീരം, അടിപൊളിയാണ്. ഞാൻ തിരുവനന്തപുരം. അതെ. സാറാണോ? അല്ലല്ല, പരിപാടിയാണ്. ടീമിന്റെ കൂടെ വന്നതാ? ആരുടെയെങ്കിലും അച്ഛനോ അങ്ങനെ? അശോക് കുമാർ. പിള്ളേരുടെ പെർഫോമൻസ് മൊത്തത്തിൽ കൊള്ളാം. അടിപൊളി. അപ്പൊ അതാണ് സർവകലാപൂരത്തിന്റെ ഓരോ വൈബും എല്ലാവരിലേക്ക് എത്തുന്നു, എല്ലാവരും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 24 പൂർണ്ണ സജ്ജമായിട്ട് ഇവിടെ ഉണ്ട്.
കലോത്സവ നഗരിയിലെ ഓരോ നിമിഷങ്ങളും ഓരോ ഇടങ്ങളും പോയി ഒപ്പിയെടുക്കാൻ നമ്മുടെ ഓരോ ടീം റെഡിയാണ്. തുടിപ്പുകളും ഒപ്പിയെടുക്കാൻ. അതുപോലെ നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ ഇങ്ങനെ 25 പൂക്കളുടെ പേരാണ്. അപ്പൊ ആ പൂക്കൾ ഓരോന്നും ഇപ്പോൾ ഇതാ നേരത്തെ മുട്ടായിരുന്നെങ്കിൽ അതിങ്ങനെ വിടർന്നു തുടങ്ങിയിരിക്കുന്നു, സുഗന്ധം പരത്തി തുടങ്ങിയിരിക്കുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ആ സുഗന്ധവാഹിയായ കാറ്റിങ്ങനെ ഇവിടെ മുഴുവനും ഒഴുകാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ ആതിഥേയത്വം അതിങ്ങനെ നമ്മൾ സ്വീകരിച്ച് അതിന്റെ ഒരു സന്തോഷമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.